ഹലോ, എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാൻ വീട്ടിൽ ഈ ഒരു ഓസ്കാറിൻ്റെ ഫിഷ് ടാങ്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫിൽട്ടർ, വെരി സിമ്പിളായിട്ടുള്ളൊരു ഫിൽറ്ററാണ്. എന്നെങ്കിൽ നല്ല കാര്യക്ഷമമായിട്ട് വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് പറ്റുന്ന ഒരു ഫിൽറ്ററാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈസിയാണ്, അധികം പണച്ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിലാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ആദ്യം വീഡിയോ എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഓസ്കാർ ഫിഷിനെയും കൂടി ഒന്ന് കാണിക്കാം. ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പോൾ അടുത്തിടയ്ക്ക് ഓസ്കാറിൻ്റെ. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറി കാണാവുന്നതാണ്. 2 ഫിഷാണ്, 2 ജോഡിയാണ് കിടക്കുന്നത്. ഒന്ന് കോപ്പറും ഒന്ന് ആൽബിനോയുമാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ക്ലിയറായിട്ടൊന്ന് കാണാൻ പറ്റും. പിന്നെ ഫീഡും പിന്നെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വാങ്ങിയിട്ടുള്ളതിന് ശേഷമുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറി കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ആദ്യം ആ ഒരു കോപ്പർ ഓസ്കാറിനെ വാങ്ങിയതിന് ശേഷം 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വൈറ്റിനെ വാങ്ങിയത്, അല്ലെങ്കിൽ ആൽബിനോനെ വാങ്ങിയത്. അപ്പോൾ അന്നേരമാണ് ഞാനൊരു ഫിൽറ്റർ വെക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിച്ചത്. കാരണം ഒരു 2-3 വെറൈറ്റി കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഫിൽറ്റർ എന്തായാലും അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫിൽറ്റർ വെച്ചത്. അപ്പോൾ ഇനി ഫിൽറ്റർ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കാം. ഇത് ഇൻഡോർ പോട്ടൊക്കെ ഉണ്ടാവില്ലേ വീട്ടിൽ, അപ്പോൾ ഇൻഡോർ പോട്ടിൻ്റെ പുറത്ത് വരുന്ന ഔട്ട്സൈഡ് വരുന്ന ആ ഒരു പോട്ടിൻ്റെ ഭാഗമാണ്. ഇതിനുള്ളിലാണ് കറുത്ത കളറ് ആ ഒരു ചട്ടി വരിക. അപ്പോൾ ആ ഒരു പോട്ട് ഞാൻ എടുത്തിട്ട് ഇവിടെ ഞാൻ ഈ ഒരു ഇത് 1 ഇഞ്ചാണെന്ന് തോന്നുന്നു, ഈ ഒരു പൈപ്പ് 1 ഇഞ്ച് പൈപ്പ് എടുത്തിട്ട് അത്യാവശ്യം, അതായത് ഞാനിപ്പോൾ ഇവിടെയാണ് ടാങ്കിൽ ഈ ഒരു ഫിൽറ്റർ വെച്ചിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നമുക്ക് ടാങ്കിലേക്ക് വെള്ളം വീഴത്തക്ക രീതിയിൽ എത്ര ഹൈറ്റ് വേണോ അത്രയും ഹൈറ്റിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പീസ് എടുത്തിട്ട് ഞാൻ ഈ ഒരു ചട്ടിയുടെ ഇവിടെ വെച്ചിട്ട് ഒരു ചെറിയൊരു മാർക്കിംഗ് കൊടുത്തു, സ്കെച്ച് പെന്ന് വെച്ചിട്ട്. അതിനുശേഷം ഇത് വളരെ നൈസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യാനായിട്ട് നോർമൽ പിച്ചാത്തിയുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ഇത് എംസിയിലാണ്. എംസിയിൽ 30 രൂപയേ ഉള്ളൂ. ഒരു ചെറിയൊരു പാക്കറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് അകത്ത ഭാഗത്തു നിന്നും പുറത്ത് നിന്നും ഇത് ഒട്ടിച്ചു. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കത്തക്ക രീതിയിൽ തന്നെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു 10 മിനിറ്റ് ഞാനിതൊന്ന് വെയിലത്ത് വെച്ചു. അപ്പോഴത്തേക്കും ഇത് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഈ ഭാഗത്ത് ലീക്ക് വരാതെ നോക്കണം, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ഇതിൽ നിറച്ചിട്ടുള്ളത് ഈ നിരത്ത് കിടക്കുന്ന ഈ ബേബി മെറ്റലാണ് ഞാൻ അതിനടിയിൽ നിറച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ഈ ഒരു എൻഡ് ഭാഗത്തായിട്ട് ഒരു ചെറിയ ഒരു നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഗ്രീൻ നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. മണ്ണും അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയും കാര്യങ്ങളും കയറിയിട്ട് അത് അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചെടിച്ചട്ടി, ഇപ്പോൾ ചെറിയ നമ്മുടെ അക്വേറിയം ടാങ്കുകളിലൊക്കെ വെക്കുന്ന ചെടികൾ വെക്കുന്ന ചെടിച്ചട്ടിയുണ്ട്, ആ ഒരു ചട്ടി അതിന് ഉള്ളിലേക്ക് വെച്ച് കൊടുത്താലും മതി. അതിനുശേഷം ഞാൻ ഈ കാണുന്ന ബേബി മെറ്റലാണ് ഈ ഒരു 3/4 ഭാഗത്തോളം നിറച്ചിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വലിയ മെറ്റൽ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന വലിയ മെറ്റൽ ഇട്ടിട്ടുണ്ട്. വലിയ മെറ്റൽ ഇട്ടതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഈ ഒരു പെബിൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പെബിൾസ് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു കലം പണ്ട്, അതായത് ഒരു 3 വർഷം മുന്നേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊരു കോയി കാർപ്പിൻ്റെ പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫിൽറ്ററിൻ്റെ ഒരു കലമായിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ഹോളുണ്ട്. ഇതിൻ്റെ അടിയിലൊരു ഹോൾ ഇട്ടിട്ട് ഇതിനകത്തുനിന്ന് വന്നേക്കുന്ന മോട്ടർ കണക്ട് ചെയ്തിട്ടുള്ള ഓസാണ് ഈ കാണുന്നത്. ഈ ഓസ് കലത്തിൻ്റെ അടിയിലൂടെയാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് വന്ന് നിൽപ്പുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ സ്പോഞ്ച്, നമുക്കത് അക്വേറിയം ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. 200 രൂപയാണ് ചിലവ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് തവണ റീയൂസ് അല്ല, ഒരുപാട് തവണ കട്ട് ചെയ്ത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ ഞാൻ അതാണ് അതിനുള്ളിൽ വെച്ചിരിക്കുന്നത്. ഇതേത് കണ്ടോ, അതിപ്പോൾ ഫുള്ള് ചെളിയും അഴുക്കും എല്ലാം പിടിച്ചിട്ട് വെള്ളം നന്നായിട്ട് ഫിൽട്ടർ ചെയ്താണ് മുകളിലേക്ക് വരുന്നത്. ഒരു 1-2 കല്ലുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മണി പ്ലാന്റ് കൂടി വെച്ച് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ ഇതിൽ വെച്ചിട്ടുള്ള മോട്ടർ എന്ന് പറയുന്നത് ഞാൻ വാങ്ങിയത് ഞാൻ ഒരു 4 വർഷം മുന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 800 രൂപയുടെ ഒരു മോട്ടറാണ് ഞാനന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാനതൊന്ന് കാണിച്ചു തരാം. ഈ ഒരു പമ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കണക്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ എൻഡ് ഭാഗം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതുകൊണ്ട് ഇവിടെയാണ് ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ട് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഒരു എയർ പമ്പ് കൂടി ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഞാൻ ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം നിറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അടിയിൽ നിന്ന് ആ ഫിൽറ്റർ വഴി അല്ലെങ്കിൽ ആ സ്പോഞ്ച് വഴിയാണ് വെള്ളം മുകളിലേക്ക് അരിച്ചു വരുന്നത്. അതിനുശേഷം ഇങ്ങനെ ഒഴുകി വരും. അവിടുന്ന് ഇതിലേക്ക് ഇറങ്ങുന്ന വെള്ളം ഇതുവഴി നമ്മുടെ ടാങ്കിലേക്ക് വരും. അപ്പോൾ ഇത് ഞാൻ കലത്തിൻ്റെ 4 വക്കിലൂടെയുമാണ് ഇങ്ങനെ ഒഴുകി വീഴുക. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കലം ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇതിനുള്ളിലെ സ്പോഞ്ച് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്ത് കൊടുക്കാം. ക്ലീൻ ചെയ്തിട്ട് കുറച്ചുകൂടെ പുതിയ സ്പോഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിലെ വെള്ളം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഫിൽട്ടർ സിസ്റ്റമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ടാങ്കിലെ വെള്ളം ക്ലീൻ ആവുന്നുണ്ട്. നല്ല രീതിയിൽ നല്ല തെളിഞ്ഞാണ് വെള്ളം കിടക്കുന്നത്. ഇതിന് മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല വെള്ളത്തിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഫിൽറ്റർ വെച്ചതിന് ശേഷം അത്യാവശ്യം നല്ല ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഞാൻ വേറെയും ഫിൽറ്റർ ചെയ്യുന്ന വീഡിയോസ് എൻ്റെ ചാനലിൽ മുന്നേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.